ഇതൊക്കെയാണ് ഹെൽമെറ്റ്. എന്ത് ഹെൽമെറ്റാടാ ഇത്? ഓ, ഇതുപോലത്തെ ഉണ്ടല്ലോ 100 പ്രാവശ്യം അങ്ങനെ എറിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഉണ്ടല്ലോ എറിഞ്ഞ് കാണിക്കാനുള്ള കാരണം എന്നറിയോ? ഇതിൻ്റെ ഒരു ക്വാളിറ്റി കൊണ്ടുണ്ടാ. 8 വർഷം മുമ്പ് മേടിച്ച ഹെൽമെറ്റ് ഉണ്ടാ, വെഗയുടെ. ഈ ഒരു വെഗയുടെ ഒരു വിശ്വാസം കൊണ്ടാണ് ഞാൻ പിന്നെയും ഒരു വെഗയുടെ തന്നെ ഹെൽമെറ്റ് തന്നെ നോക്കി ഞാൻ മേടിച്ചത്. പുതിയൊരു ഹെൽമെറ്റ് ഉണ്ട് ഇത് കാണിക്കാൻ പോകണം. ഇതും ഞാൻ കാശ് കൊടുത്ത് മേടിച്ച സാധനം ഉണ്ടാ. നമ്മൾ എന്ത് സാധനം മേടിച്ചാലും അതിൻ്റെ ഒരു ക്വാളിറ്റി, അതിലാണ് നമ്മുടെ മെയിൻ കായിരിക്കണം. ഏതൊരു സാധാരണക്കാരും മേടിക്കാൻ പറ്റിയൊരു വെഗയുടെ ഹെൽമെറ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ട. ഈ ഒരു ഹെൽമെറ്റ് ഉണ്ടാ വെറും 1598 രൂപ മേടിച്ച ഹെൽമെറ്റ് ഉണ്ടാ, വെഗയുടെ. നല്ല കിടിലൻ ക്വാളിറ്റി, അത്യാവശ്യം ഒരു വെയിറ്റ്. പിന്നെ ഇതാണ് മെയിൻ സാധനം. ഇതേ കണ്ട, പിന്നെ ഇതേ ISI മാർക്ക്. ഈ ഒരു ബഡ്ജറ്റിന് ഇത്ര നല്ല ഹെൽമെറ്റ് വേറെ ഉണ്ടാവും കേട്ടോ. ഞാനിത് കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടോ, അല്ലാണ്ട് ഇത് പ്രൊമോഷൻ ആയിരുന്നല്ല. നല്ല സാധനം ഇവിടെ കാണണോ അപ്പോൾ നമ്മൾ വീഡിയോ ഇറങ്ങും. ഈ ഒരു സാധനം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പർച്ചേസ് ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ബയോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. വെറുതെ ഇരിക്കുമ്പോൾ തന്നെ എറിഞ്ഞു നോക്കും എന്തെങ്കിലും പറ്റില്ലെന്ന്. കാരണം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും വീഴാണെങ്കിൽ തന്നെ ഈ സാധനം അത് ഇടിച്ച് ആണുള്ള വീഴണത്. അപ്പോൾ നമ്മൾ വെറുതെ എറിഞ്ഞു നോക്കുമല്ല, നമ്മുടെ തലക്കൊന്ന് പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്നെങ്കിലും അറിയാൻ വേണ്ടി വെറുതെ എറിഞ്ഞു നോക്കുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ എനിക്ക് എറിഞ്ഞ് കാണിച്ചത്. ഇനി ഇത് എറിഞ്ഞ് കാണിച്ചെന്ന് പറഞ്ഞ് കുറേ നെഗറ്റീവ് കമൻസ് വരാൻ ചാൻസ് ഉണ്ട് അവർക്കായിട്ട്. ഈ ഒരു ഹെൽമെറ്റ് ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ കാലാവധി 8 വർഷം ഒരു ഹെൽമെറ്റൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അതിൻ്റെ ഒരു എക്സ്പയറി എന്ത് സാധനം ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും ഇപ്പോഴത്തെ അങ്ങനെ ഒരു ക്വാളിറ്റി വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഞാൻ എറിഞ്ഞ് കാണിച്ചത്. ഇതിപ്പോൾ ഇതിപ്പോൾ പ്രത്യേകിച്ച് ഉപയോഗിക്കാനുള്ള ഒരു സ്കീമില്ല. ഓക്കെ, അപ്പോൾ ശരി.